ആഗോള തലത്തിലുള്ള അതീവ സമ്പന്നരായവരുടെ ആസ്തിയിൽ ഇനി വരുന്ന വർഷങ്ങളിൽ വലിയ തോതിലുള്ള കുതിപ്പുണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ. ലോകത്തെ ആദ്യ മഹാകോടീശ്വരൻ, അതായത് ബില്യണർ അല്ല ട്രില്യണയർ എന്ന പേര് ടെസ്ലയുടെ ഉടമ ഇലോൺ മസ്ക് സ്വന്തമാക്കിയേക്കും. 2027 ഇലോൺ മസ്ക് ഈ നേട്ടം കൈവരിക്കുമെന്നാണ് ഇൻഫോർമ കണക്ട് അക്കാദമി പുറത്തിറക്കിയ റിപ്പോർട്ടിൽ പറയുന്നത്. ഇന്ത്യക്കാരനായ ഗൗതം അദാനി ഈ പട്ടികയിൽ രണ്ടാമനാകുമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. എന്നാൽ 2028 ഗൗതം അദാനി ഈ നേട്ടത്തിലേക്ക് എത്തുക എന്നാണ് പറയുന്നത്. $1,00,000 കോടി ആസ്തി കൈവരിക്കുന്നവരാണ് ഈ പട്ടികയിലേക്ക് എത്തുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഇൻഫോർമ കണക്ട് അക്കാദമി 2024 ട്രില്യൺ ഡോളർ ക്ലബ് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത്. ഇലക്ട്രിക് കാർ നിർമ്മാതാക്കളായ ടെസ്ല, സ്വകാര്യ ബഹിരാകാശ കമ്പനിയായ സ്പേസ് എക്സ്, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സ് എന്ന പഴയ ട്വിറ്റർ എന്നിവയുടെ ഉടമയായ മസ്കിൻ്റെ സമ്പത്ത് ശരാശരി 110% വാർഷിക നിരക്കിൽ വളരുകയാണെന്ന് ഇൻഫോർമ കണക്ട് അക്കാദമി റിപ്പോർട്ടിൽ പറയുന്നു. ബ്ലൂംബർഗ് മില്യണയർ സൂചിക പ്രകാരം $237 ബില്യൺ ആസ്തിയുള്ള മസ്ക് നിലവിൽ ലോകത്തിലെ ഏറ്റവും വലിയ ധനികനാണ്. വാർഷിക സമ്പത്ത് വളർച്ചാ നിരക്ക് 123% തുടർന്നാൽ 2028 ഗൗതം അദാനി ലോകത്തെ രണ്ടാമത്തെ ട്രില്യണയർ എന്ന പദവി നേടുമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഗൗതം അദാനിക്ക് നിലവിൽ 7,14,460 കോടി രൂപയുടെ ആസ്തിയുണ്ട്. എൻവിഡിയയുടെ ജെൻസൺ ഹുവാങ്, ഇന്തോനേഷ്യയിലെ എനർജി ഖനന മുതലാളിയായ പ്രജാഗോ പാൻഗസ്റ്റു എന്നിവർ അവരുടെ വളർച്ച അതേപടി നിലനിർത്തിയാൽ 2028 അദാനിക്ക് പിന്നാലെ ട്രില്യണയർ ആവാനുള്ള സാധ്യതയുണ്ട്. $181 ബില്യൺ ആസ്തിയുള്ള ലോകത്തിലെ മൂന്നാമത്തെ വലിയ ധനികനായ LVMH ബെർണാഡ് അർണോൾഡ്, മെറ്റ CEO ആയ മാർക്ക് സക്കർബർഗ് എന്നിവർ 2030 ട്രില്യണറായി മാറിയാനും സാധ്യതയുണ്ട്. 1916 സ്റ്റാൻഡേർഡ് ഓയിലിൻ്റെ ജോൺ ഡി റോക്ക്ഫെല്ലർ ലോകത്തിലെ ആദ്യത്തെ ശതകോടീശ്വരനായി മാറിയത് മുതൽ ലോകത്തിലെ ആദ്യത്തെ മഹാകോടീശ്വരൻ ആരാകുമെന്നുള്ള ചോദ്യങ്ങൾ സജീവമാണ്. നിലവിലുള്ള ചുരുക്കം ചില കമ്പനികൾ മാത്രമാണ് ഇപ്പോഴത്തെ മൂല്യനിർണ്ണയത്തിൽ $1 ട്രില്യൺ കടന്നിരിക്കുന്നത്. മൈക്രോസോഫ്റ്റ്, ആപ്പിൾ, ആൽഫബറ്റ്, ആമസോൺ, മെറ്റ തുടങ്ങിയ കമ്പനികൾ ആ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതേസമയം ആഗോളതലത്തിൽ വൻകിട മുതലാളിമാരിലേക്ക് മാത്രമായി സമ്പത്ത് കുമിഞ്ഞുകൂടുന്ന ഈ പ്രവണതയെ വലിയ ആശങ്കയോടെയാണ് സാമ്പത്തിക വിദഗ്ധർ നോക്കിക്കാണുന്നത്. കഴിഞ്ഞയാഴ്ച പുറത്തുവിട്ട ഫോർച്യൂൺ ഇന്ത്യ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ അതിസമ്പന്നരായ പല വ്യക്തികളുടെയും സ്വത്ത് $1,00,000 കോടി കടന്നിരുന്നു. ഏകദേശം 99.86 ലക്ഷം കോടി രൂപയാണ് മൊത്തം സമ്പത്ത്. 185 ഇന്ത്യക്കാരുടെ ആസ്തി $100 കോടി മുകളിലുമാണ്.